സൗദി അറേബ്യയിലെ ത്വാഫിനടുത്ത് വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. 20ഓളം മലയാളികൾക്ക് പരിക്കേറ്റു. നിലമ്പൂർ സ്വദേശി ഇസ്മായിൽ, പത്തനാപുരം സ്വദേശി ഷീബ എന്നിവരാണ് മരിച്ചത്. മക്കയിലേക്ക് പോയ ഉംറ ബസിന്റെ ടയർ പൊട്ടിമറിഞ്ഞാണ് അപകടം. റിയാദിലെ ഹോത്തയിൽ നിന്ന് പോയ ബസ്സാണിത്. അഫ്താബ് റഹ്മാൻ ചേരുന്നു. അഫ്താബ്, ഈ അപകടം എപ്പോഴായിരുന്നു? പരിക്കേറ്റവരുടെ നില ഇപ്പോഴെങ്ങനെയാണ്? നജ്മ, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. റിയാദിൽ നിന്നും കുറച്ചകലെയുള്ള ഹോത്ത ബനി തമീമിൽ നിന്നും മക്കയിലേക്ക് പോയ ഉംറ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിൽ മലയാളികൾക്ക് പുറമെ വിവിധ ഇന്ത്യക്കാരായ സംസ്ഥാനക്കാരും ഉണ്ടായിരുന്നു. റിയാദിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെ മക്ക റോഡിലെ മഹ്ലൂമിയ എന്ന സ്ഥലത്ത്, അതായത് ത്വായിഫിനടുത്തുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ബസിന്റെ പിൻഭാഗത്തുള്ള ടയർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. പൊട്ടിത്തെറിച്ച് ഉടൻ തന്നെ ബസ് പലതവണ മറിഞ്ഞു എന്നാണ് ബസ്സിലുണ്ടായിരുന്നവർ സൂചിപ്പിക്കുന്നത്. ഇതോടെ ബസ് പൂർണ്ണമായും തകർന്നു. ഇതിന് പിന്നാലെയാണ് ബസ്സിലുണ്ടായിരുന്ന ചിലർ അപകട സ്ഥലത്ത് വെച്ച് മരണപ്പെടുന്നത്. ഇതിൽ സ്ഥിരീകരിച്ച 2 മരണങ്ങൾ, ഒന്ന് ഈ ഉംറ സംഘത്തിന്റെ യാത്ര നയിച്ചിരുന്ന അതിന്റെ അമീർ, നിലമ്പൂർ സ്വദേശിയായ ഇസ്മായിൽ, മറ്റൊന്ന് പത്തനാപുരം സ്വദേശിയായ ഷീബ. ഇവർ 2 പേരുമാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഏതാണ്ട് 20ലധികം മലയാളികൾ ഉണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതിൽ ചിലരുടെ നില പരിക്ക് സാരമുള്ളതാണ്. ഇതിൽ പൂർണ്ണമായ വിവരങ്ങൾ, സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും 2 ആശുപത്രികളായിട്ടാണ് ഇവരെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഈ സംഭവ സ്ഥലത്തേക്ക് മലയാളികളായ സാമൂഹ്യ പ്രവർത്തകരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 50ഓളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ ഏതാനും പേരുടെ പരിക്കാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അഫ്താബ്, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം മലയാളികളായിരുന്നോ? നജ്മ, ബസ്സിലുണ്ടായിരുന്നവർ എല്ലാവരും മലയാളികളല്ല. അതായത് ഹോത്ത ബനി തമീം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഉംറക്കായി പുറപ്പെട്ട ഈ ബസ്സിലുണ്ടായിരുന്നത് പല സംസ്ഥാനക്കാരാണ്. അതിൽ ഏതാണ്ട് പകുതിയിലേറെ മലയാളികളാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിലിപ്പോൾ 12 പേർ മലയാളികളുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ചിലർക്ക് മാത്രമാണ് പരിക്ക് സാരമായിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിൽ തന്നെ കൂടുതലും കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ബസ്സിൽ ഉംറക്കായി പോയിരുന്നത്. ഈ ഹോത്ത ബനി തമീം എന്ന് പറയുന്നതാണ് റിയാദിൽ 150 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് മക്കയിലേക്ക് മറ്റൊരു വഴിയുണ്ട്. ഈ വഴിയിൽ പോയ ബസ്സാണ്. വഴി മധ്യേ ഈ ബസ്സിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. കാരണം ബസ്സിലും ചില ശബ്ദങ്ങൾ കേട്ടത് കാരണം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷമാണ് ബസ് യാത്ര തുടർന്നത്. ഇതിന് ശേഷമാണ് ബസ്സിന്റെ പിൻ ടയറുകൾ പൊട്ടിത്തെറിക്കുകയും എതിർ ദിശയിലേക്ക് ബസ് കയറി പോവുകയും, അതായത് എതിരെ ഉണ്ടായിരുന്ന